അവിടെ പോലും ഇപ്പോഴും രാമായണത്തിന്റെ പ്രാധാന്യവും രാമായണ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും മൂലരാമായണമായ വാൽമീകി രാമായണത്തെ അധികരിച്ചിട്ടാണ് നമ്മൾ ഒരു കഥനമായ അധ്യാത്മ രാമായണം അല്ല, മൂലരാമായണത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ വ്യത്യാസമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അത് ഭക്തിക്ക് പ്രാധാന്യം കൂടിയത് കൊണ്ട് വന്ന മാറ്റമാണ്. അപ്പോൾ അങ്ങനെ രാമായണത്തിൽ ആദ്യത്തെ കാണ്ഡമാണ് ബാലകാണ്ഡം. ബാലകാണ്ഡം. 6 കാണ്ഡങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തേത് ബാലകാണ്ഡം. ബാലകാണ്ഡത്തിൽ ദശരഥന്റെ കഥയായിട്ടാണ് തുടങ്ങുന്നത്. ദശരഥൻ ഒരു രാജ്യത്തിലാണ് ഭരിച്ചിരുന്നത്. രാജ്യത്തിന്റെ പേരറിയാമോ? അയോധ്യ രാജ്യം. അയോധ്യ പറഞ്ഞു. ആരെയും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ദശരഥന്റെ രാജ്യത്തിന്റെ പേര് പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? ചോദിച്ചത് വേറെ തരത്തിലല്ല. ഒന്ന് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. ഇങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞു പോയാൽ ഇത് അതുവഴിക്കും പോകും. ഇതൊന്നുകൂടെ ഉറയ്ക്കും. പിന്നെ രണ്ടാമത് നമ്മുടെ രാമായണത്തെ കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാമെന്ന് നമുക്കൊന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതിരെ മതസ്ഥരായി വിളിച്ചിട്ട് ബൈബിളിലെ ഒരു കാര്യം ചോദിച്ചാൽ പട്ടി വലിയ അപ്പൊക്കെ പറഞ്ഞു തരും. നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് അത്ര കാര്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പുതുമുഖങ്ങൾക്കും എല്ലാം അറിയാവുന്ന ഒത്തിരിക്കറിയാമോ? അറിയത്തില്ല. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് അറിയാല്ലേ? ദശരഥന്റെ രാജ്യം ഉള്ളതായിട്ട് അറിയാമോ? രാമരാജ്യം. രാജ്യത്തെ കുറിച്ച് ഇതിനെ കുറിച്ച് പിന്നീട് നമ്മൾ പറയുന്ന കോസലം എന്നാണ് രാജ്യം. പിന്നെ അയോധ്യ എന്താണ്? അത് നമ്മൾ അറിയണ്ടേ? നമ്മൾ കേട്ടിട്ടുള്ളത് അയോധ്യയിലെ രാജാവാണ് ശ്രീരാം. അയോധ്യയുടെ തലസ്ഥാനം അത് രാജകൊട്ടാരം നിൽക്കുന്ന സ്ഥലമാണ്. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പോലെയാണ്. മനസ്സിലായില്ല? അക്കാര്യത്തിൽ ഉറപ്പായില്ല. കോസലം എന്നാണ് രാജ്യത്തിന്. അതെ, കോസല രാജകുമാര. കോസലം എന്ന രാജ്യം ഒരു നദിയുടെ കരയിലാണ്. ആ നദിയുടെ പേരറിയാമോ? അറിയാം. അപ്പൊ ആ നദിയുടെ തീരത്താണ് പുരാതന കാലത്ത് നമ്മുടെ സംസ്കാരങ്ങളും രാജകൊട്ടാരങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു നദിയുടെ തീരത്ത്, മഹർഷിമാരുടെ ആശ്രമം ഏതെങ്കിലും ഒരു നദിയുടെ തീരത്ത്. ഇപ്പൊ തന്നെ ഗംഗയുടെ തീരത്ത് ഒരുപാട് ആശ്രമങ്ങളുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു തമസാ നദിയുടെ തീരത്താണ് വാൽമീകിയുടെ ആശ്രമം. 2-3 കാര്യത്തിനാണ്. ഒന്ന്, ഇവരുടെ നിഷ്ഠകൾക്ക്, സന്ധ്യാവന്ദനം പോലുള്ള നിഷ്ഠകൾക്ക് ഈ നദി ആവശ്യമായിരുന്നു. ഇപ്പോഴത്തെ അറ്റാച്ച്ഡ് ബാത്റൂമോ സംഭവങ്ങളൊന്നും അല്ല. അന്ന് നദിയാണ് ഇതിന്റെയൊക്കെ പ്രധാനം. അപ്പൊ അതുകൊണ്ട് അതിന് തീരത്താണ്. അതേപോലെ ഒരു രാജ്യം ഉണ്ടായാൽ അത് ഒരു നദിയോടനുബന്ധിച്ചിട്ടായിരിക്കും. നമുക്ക് തന്നെ അറിയാം സിന്ധു നാഗരിക സംസ്കാരം, സിന്ധു നദീതര സംസ്കാരം. അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെ സരയൂ എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്താണ് ഈ കോസലം എന്ന രാജ്യം. കോസലം എന്ന രാജ്യം സ്ഥാപിച്ചത് കശ്യപൻ എന്ന് പറയുന്ന പ്രജാപതിയുടെ, കശ്യപൻ കേട്ടിട്ടുണ്ടോ? കശ്യപ പ്രജാപതിയുടെ മകനാണ് മനു. അപ്പോ മനുവും ഒരു പ്രജാപതിയാണ്. ഇവര് സമകാലീനരാണ്. മനുവിന്റെ പുത്രന്മാരാണ് ഇക്ഷ്വാകു വംശജർ എന്ന് പറയുന്നത്. ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ്, പ്രബലനായ രാജാവാണ് ദശരഥ മഹാരാജാവ്. അദ്ദേഹം വളരെ ശക്തിമാനും ജ്ഞാനിയും ഒക്കെ ആയിരുന്നുണ്ട്. അദ്ദേഹത്തെ രാജർഷി എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഈ ദശരഥ മഹാരാജാവിനെ വിളിച്ചിരുന്നു. അപ്പൊ ഇക്ഷ്വാകു വംശത്തിലെ പ്രബലനായ രാജാവായതുകൊണ്ട് രാജ്യത്തിന് വളരെ അഭിവൃദ്ധിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം 3 വിവാഹങ്ങൾ കഴിച്ചിരുന്നു. ആദ്യത്തേത് കൗസല്യ, സുമിത്ര, ഇങ്ങനെയാണ്. പക്ഷെ രാജാവിന് കുട്ടികളില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് മനോവിഷമായിരുന്നു. കാരണം ഇത്രയും വലിയ രാജ്യത്തിന് ഭാവിയിൽ ഇക്ഷ്വാകു വംശം ഇതോടെ അന്യം നിന്ന് പോവുകയാണ്. ഇത്ര പ്രബലമായ വംശമാണ്. രഘുവംശം എന്ന് വേറൊരു പേര് തന്നെയുണ്ട്. കാരണം രഘു എന്ന് പറയുന്ന ഒരു പ്രബലനായ രാജാവ് അദ്ദേഹത്തിന്റെ മുൻ തലമുറയിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ട് അതിന് രഘുവംശം എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് ശ്രീരാമന് രാഘവൻ എന്നൊരു മറ്റൊരു പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം തൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ വിളിച്ചിട്ട്, എനിക്ക് ഇതേപോലെ ഈ അനവത്യ ദുഃഖം, കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം തീരാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പണ്ട് പക്ഷെ അങ്ങനെയല്ലായിരുന്നു. യാഗങ്ങൾ നടത്തുക. പണ്ട്
ഋഷിമാർ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു ഗുരു ഉണ്ടാവും. കുലഗുരു എന്ന് പറയുന്നത് പോലെ ഒരു ഗുരു. ആ ഗുരുവിനോട് ചോദിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ രാജാവാണ് എനിക്ക് തോന്നുന്നത് ചെയ്യാമെന്ന് വിചാരിക്കുകയല്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ദശരഥന്റെ ഭരണകാലത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 8 മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് സുമന്ത്രർ. 2 ആചാര്യന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനിയാണ് വസിഷ്ഠൻ. പിന്നെ ഒന്ന് വാമദേവനാണ്. പിന്നെ മറ്റ് ആളുകളെ കുറിച്ചൊക്കെ പലരെ കുറിച്ചും വളരെ ഗഹനമായി ഇതിൽ പറയുന്നുണ്ട്. ശ്രീശങ്കൻ അതുമായിട്ട് ബന്ധമില്ല. പിന്നീട് ഇതിനു വേണ്ടി കൊണ്ടുവരുന്നത് യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വസിഷ്ഠനോട് ചോദിക്കും. വസിഷ്ഠൻ പറയും അങ്ങ് അശ്വമേധം നടത്തിയാൽ അങ്ങയുടെ മനസ്സിലെ വിഷമം മാറുകയും അങ്ങക്ക് വേണ്ടുന്നതൊക്കെ ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അതിനു വേണ്ടിയിട്ട് അശ്വമേധ യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ബാക്കി വാമദേവനെയും എല്ലാവരെയും വിളിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ പോകുമ്പോൾ സുമന്ത്രർ അദ്ദേഹത്തിനടുത്ത് മന്ത്രി പ്രവരനാണ്, പ്രധാനമന്ത്രിയാണ് സുമന്ത്രർ. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അങ്ങ് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ അങ്ങക്ക് പണ്ട് സനകാദികളില് സനൽകുമാരൻ എന്ന് പറയുന്ന ഋഷി അങ്ങയെ സന്ദർശിക്കുകയും അങ്ങയോട് ഒരു വരം നൽകുകയും ചെയ്തു. അങ്ങക്ക് ഭാവിയിൽ ഉത്തമനായ ഒരു പുത്രൻ ഉണ്ടാകുമെന്നും അതിന് ഋഷ്യശൃംഖൻ എന്ന് പറയുന്ന ഋഷിയെ കൊണ്ടുവന്ന് യാഗം ചെയ്യിക്കുന്നത് നല്ലതായിരിക്കുമെന്നും പറഞ്ഞതായിട്ട് ഈ സുമന്ത്രർ ഓർമ്മിപ്പിക്കും. അപ്പൊ അദ്ദേഹത്തിന് അത് ഓർമ്മ വരികയും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഋഷ്യശൃംഖനെ കുറിച്ച് ഒരല്പഭാഗം രാമായണത്തിൽ പറയുന്നത്. രാമായണത്തിലെ ആദ്യത്തെ കഥ ഋഷ്യശൃംഖന്റെ കഥയാണ്. അംഗരാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് ലോമപാതൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അദ്ദേഹം കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് രാജാവ് മോശമായാൽ പ്രജകൾക്ക് ദോഷം ഉണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ ദുഷ്കൃതികൾ കൊണ്ട് രാജ്യത്ത് മഴ പെയ്യാതായാലുള്ള കാര്യം അറിയാലോ. വൃക്ഷങ്ങളൊന്നും തളർക്കില്ല, ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ട് കൃഷിയെ ഉദ്ദേശിച്ചിട്ടായിരുന്നു രാജ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ വരൾച്ചയായി, ഭക്ഷണം ഇല്ലാതായി, ജനങ്ങളാകെ വിഷമിച്ചു. അപ്പോൾ അന്നത്തെ ഗുരുക്കന്മാരൊക്കെ കൂടി രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, രാജ്യം അനാഥമായി പോകും. പ്രജകളൊക്കെ ക്ഷാമം വന്നാൽ അവർ നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. പിന്നെ രാജാവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ, രാജ്യത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം കാണണം. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞു ഇവിടെ യാഗം ചെയ്യിച്ചെങ്കിലേ പറ്റൂ. അത് വെറുതെ യാഗം ചെയ്യിച്ചാൽ പോരെ. ഇദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ദുഷ്ടത്തരത്തിന് പകരം ചെയ്യണമെങ്കിൽ അത്ര യോഗ്യനായ ഒരാളെ കൊണ്ടുവരണം. അപ്പൊ അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഋഷ്യശൃംഖനെ കൊണ്ടുവരണം എന്ന് പറയും. അപ്പൊ ഋഷ്യശൃംഖൻ ആരാണെന്നുള്ള ചോദ്യം അവിടെ വരുന്നു. കശ്യപ പ്രജാപതിയുടെ ഒരു പുത്രനാണ് വിഭാണ്ഡകൻ എന്ന് പറയുന്ന മഹർഷി. വിഭാണ്ഡകൻ ഒരു സ്ത്രീ വിരോധിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ പുരുഷ വിരോധികളെ പറയുന്നത് വിഭാണ്ഡകൻ എന്തുകൊണ്ടോ ഒരു സ്ത്രീ വിരോധി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ട് ഈ പുത്രനാണ് ഋഷ്യശൃംഖൻ, അദ്ദേഹത്തിനെയും കൊണ്ട് കാട്ടിലേക്ക് പോയി. ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ഇദ്ദേഹം ഋഷ്യശൃംഖനെ അവിടെ വളർത്തി. ഇദ്ദേഹത്തിന്റെ സിദ്ധി കൊണ്ട് ആ കാട്ടിലെ വനദേവതമാരെയും സംരക്ഷകരെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഒരു മനുഷ്യനും അതിനകത്ത് കയറാതിരിക്കാനുള്ള എല്ലാ വിദ്യകളും ചെയ്ത് അദ്ദേഹം ഈ മകനെ വളരെ ഗൂഢമായിട്ട് വളർത്തി. ഒരിക്കലും സ്ത്രീകളെ കാണാതെ അല്ലെങ്കിൽ ആരെയും കാണാതെ ലോകമായിട്ടൊരു ബന്ധമില്ലാതെ ഋഷ്യശൃംഖനെ അദ്ദേഹം വളർത്തി. ആ ഋഷ്യശൃംഖനെ കൊണ്ട് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇവിടെ യാഗം ചെയ്യിക്കും. അപ്പൊ അത് ഭയങ്കര ഭീകരമാണ്. കാരണം ഈ ഭാണ്ഡകന്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടുപോയാൽ ശപിച്ച് ഭസ്മമാക്കി കളയും, ചിലപ്പോൾ കുരങ്ങൊക്കെ ആക്കി കളയും. അപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു ഉപായം നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ദാസിയുടെ മകളെ ഇതിനു വേണ്ടി നിയോഗിച്ചു. കാലത്ത് ഇതിലൊക്കെ വലിയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. വേണ്ടുന്ന തന്ത്രങ്ങളിലൂടെ തൻ്റെ കുറേ കിങ്കിരന്മാരൊക്കെ ആയിട്ട് ഈ ദാസി മകളെ അങ്ങനെ അയച്ചു. അവരുടെ തന്ത്രം കൊണ്ട് ഋഷ്യശൃംഖനെ അവിടുന്ന് ഈ മഹർഷി അറിയാതെ കടത്തിക്കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു. ഇദ്ദേഹം വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ കർമ്മയങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ കൊണ്ട് യാഗം ചെയ്യിച്ചു. തൻ്റെ മകളായ ശാന്തയെ ഋഷ്യശൃംഖനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അപ്പോഴത്തേക്ക് ഈ ഭാണ്ഡകനൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ശപിച്ച് എല്ലാത്തിനെയും ഭസ്മമാക്കും എന്നൊക്കെ പറഞ്ഞു. ഇതിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വസിഷ്ഠാദികളാണ് വന്ന് അനുനയിപ്പിച്ച് അദ്ദേഹത്തെ കാര്യം പറഞ്ഞു. ഒടുവിൽ ഈ അംഗരാജ്യത്തിനടുത്ത് തന്നെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് അവിടെ ഋഷ്യശൃംഖൻ പത്നിയായ ശാന്തയോടൊപ്പം അവിടെ വസിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് ദശരഥ മഹാരാജാവിന് ഈ പറയുന്ന അശ്വമേധം നടത്താനായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ദശരഥൻ തന്നെ പോയി അംഗരാജ്യത്തെ രാജാവിനെ പോയി കണ്ടു. ഋഷ്യശൃംഖനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ സന്തോഷത്തോടെ ഒരാഴ്ച അവിടെ താമസിച്ച് അദ്ദേഹവുമായിട്ട് രാജ്യത്തേക്ക് വരിക. മുൻകൂർ തന്നെ കിങ്കരന്മാരെ വിട്ട് ഈ ഋഷിക്ക് വേണ്ടുന്ന
ഉപചാരങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചു, കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മുടെ നേരത്തെ പറഞ്ഞ സരയൂ നദിയുടെ വടക്കേ തീരത്ത് വലിയ യജ്ഞശാലയൊക്കെ ഉയർന്നു. അശ്വമേധം എന്ന് പറയുന്ന യാഗം തുടങ്ങി. അശ്വമേധ യാഗത്തിന് അറിയാലോ, അശ്വമേധ യാഗം അശ്വത്തിനെ എല്ലായിടത്തും പോയി ആ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാം സഹായത്തോടു കൂടി ആരും ഇതിനെ എതിർക്കാതെ തിരിച്ചു വരുമ്പോഴാണ് അശ്വമേധ യാഗത്തിന്റെ പൂർണ്ണത. ആരെങ്കിലും ഇതിനെ തടഞ്ഞാൽ അവര് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചതിന് ശേഷമേ ഇത് പൂർത്തിയാക്കാൻ പറ്റൂ. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കണം. അന്നത്തെ കാലത്ത് ദശരഥന് ഇതൊരു ബുദ്ധിമുട്ടല്ല. കാരണം ദശരഥൻ ആ കാലത്ത് പരാക്രമിയാണ്, ലോകം ദിഗ്വിജയം നേടിയ രാജാവാണ്. ദശരഥൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ 10 രഥങ്ങളിൽ ഒരേ സമയം സഞ്ചരിക്കാൻ കഴിവുള്ള ആളെന്ന്. അതിന്റെ പിറകിലും ചില അർത്ഥങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ദശരഥൻ ഒരേ സമയം 10 ദിക്കിലേക്ക് രഥം ഓടിക്കാൻ കഴിവുള്ള ആൾ. ദേവേന്ദ്രനെ സഹായിക്കാൻ അദ്ദേഹം പോയിട്ടുണ്ട്. അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ദേവേന്ദ്രനെ സഹായിക്കാൻ ദശരഥൻ പോയിട്ടുണ്ട്. അപ്പൊ അത്ര പരാക്രമിയാണ്. അതുകൊണ്ട് ഈ കുതിര പോയിട്ട് ആരും എന്ത് ചെയ്തില്ല, തടയാനൊന്നും പോയില്ല. അങ്ങനെ കുതിര തിരിച്ചു വന്നു. അശ്വമേധയാഗം പൂർണ്ണമായി കഴിഞ്ഞു. എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അപ്പോൾ ഋഷിശൃംഗനോട് ചെന്നിട്ട് ദശരഥൻ പറയാണ്, എനിക്കിങ്ങനെ ഒരു അനബദ്ധ്യ ദുഃഖമുണ്ട്, പുത്രന്മാരില്ലാത്ത ദുഃഖമുണ്ട്. അതിന് അങ്ങക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുമോ? പറഞ്ഞ് അശ്വമേധം കൊണ്ട് തന്നെ അങ്ങയുടെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തിയാവും. എന്നാലും അഥർവവേദത്തിൽ ഒരു പ്രത്യേക മന്ത്രമുണ്ട്, അതാണ് പുത്രകാമേഷ്ടി യാഗം. ആ ഇഷ്ടിയും കൂടെ ഞാൻ ഇതിൽ ചെയ്തു തരാം, എനിക്ക് പൂർണ്ണമായിട്ട് പ്രത്യക്ഷത്തിൽ അതിന്റെ ഗുണം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് പുത്രികാമേഷ്ടി യാഗം കൂടെ ചെയ്തു. ആ യാഗത്തില് യജമാനനും യജമാന ഭക്തിമാരും ആചാര്യന്മാരും ഒക്കെ ഒന്നിച്ച് സന്നിഹിതരായിരുന്ന് ഇതിന്റെ അവസാനം ആ യാഗ അഗ്നിയിൽ നിന്നും അഗ്നിദേവൻ സ്വയം ഉയർന്നു വന്നു. അരുണവർണ്ണത്തിൽ, നമ്മളിപ്പോൾ പറയുന്ന കാവ്യവർണ്ണത്തിൽ ജ്വലിക്കുന്ന മുഖത്തോടുകൂടി അഗ്നിദേവൻ കയ്യിലൊരു കുംഭത്തില് പായസവുമായിട്ട് വന്നു. ഇത് ദശരഥനെ ഏൽപ്പിച്ചു. അങ്ങയുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഇതിലുണ്ടാവും എന്ന് സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ഇത് ഏൽപ്പിക്കുന്നു. ഋഷിശൃംഗനെ വേണ്ടുന്ന ഉപചാരങ്ങളും ഒക്കെ കൊടുത്ത്, ദക്ഷിണയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ പത്നിയോടൊപ്പം യാത്രയാക്കി. വസിഷ്ഠാദികൾക്കൊക്കെ വേണ്ടുന്നതൊക്കെ കൊടുത്തു. അപ്പൊ അന്ന് പറയുന്നുണ്ട്, അന്നത്തെ രാജാവിന്റെ വലിയ ധനം എന്ന് പറയുന്നത് എത്രയോ 100 കണക്കിന് കൊമ്പിൽ സ്വർണം കെട്ടിയ പശുക്കളാണ്, കൃഷിസ്ഥലങ്ങളാണ്, ആഭരണങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള സമ്പത്ത് ഇവർക്കൊക്കെ ആവശ്യം പോലെ കൊടുത്ത് ഇവരെ സന്തോഷത്തോടെ അയച്ചെന്നാണ്. അങ്ങനെ അതിനുശേഷം ഈ പായസവുമായി തന്റെ ഭക്തിമാരുടെ അടുത്തേക്ക് ചെന്നു. ഇത് 2 പകുത്ത് പകുതി കൗസല്യയ്ക്കും പകുതി കൈകേയിക്കും നൽകിയിരുന്നു. അപ്പൊ 3ാമത്തെ പത്നി ആ സമയത്ത് അങ്ങോട്ട് വന്നു. അപ്പൊ ഇവര് അതിന്റെ പകുതി 2 പേരും സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പൊ ആകെയുള്ളത് 2 പകുത്ത് ഇവർക്ക് 2 കൊടുത്തു. അതിൽ നിന്ന് 2 പേരും പകുതി വീതം ഇവർക്കും കൊടുത്തു. അങ്ങനെ ഇവര് പായസമൊക്കെ കഴിച്ചു. യഥാകാലം ഇവര് ഗർഭ ലക്ഷണങ്ങൾ കാണിച്ചു. രാജാവ് വളരെ സന്തോഷത്തിലായി. നാട്ടിൽ മുഴുവൻ സന്തോഷം, പ്രജകൾക്കും ഒക്കെ സന്തോഷം. അതേപോലെ ഈ കാലമായപ്പോഴത്തേക്കും പ്രകൃതിയൊക്കെ മാറിയെന്ന് പറയും. ചൈത്രമാസം എന്ന് പറയുന്ന ഒരു മാസത്തിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് രാമായണത്തിൽ. വൃക്ഷങ്ങളൊക്കെ തളിർക്കുകയും പൂക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന കാലം. അത് കഴിഞ്ഞിട്ടാണ് വസന്തത്തിൽ ഇതിന്റെ വിളവുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റം നാട്ടിൽ വരുന്നതായിട്ട്. അങ്ങനെ ഏകദേശം ഇത്ര കാലങ്ങളിൽ ഗർഭിണികളായി കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട കുറെ ക്രിയകളൊക്കെ, പുംസവനം, സീമന്തം തുടങ്ങിയ ക്രിയകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യഥാവിധി തന്റെ ഭാര്യമാർക്ക് ദശരഥൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ കാലത്തുണ്ടായിരുന്ന ഈ പറയുന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളും അഗ്നിരക്ഷാ മന്ത്രങ്ങളും ഒക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇതിൽ നിന്നും അന്നത്തെ കാലത്ത് അവർ ആചരിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അത്ര വലിയൊരു തരത്തിലായിരുന്നു അന്നുള്ള ആളുകൾ ജീവിച്ചിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒടുവിൽ ഉച്ചത്തിൽ ധനു കൂറിലാണ് പുണർന്ന നക്ഷത്രത്തിൽ ശ്രീരാമൻ ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പൂയ നക്ഷത്രത്തിൽ ഭരതനും, ആയില്യ നക്ഷത്രത്തിൽ ലക്ഷ്മണ ശത്രുഘ്നനും ജനിച്ചു. പായസത്തിന്റെ മഹാത്മ്യം കൊണ്ട് ശ്രീരാമനോടൊപ്പം എപ്പോഴും ലക്ഷ്മണനും ഭരതനോടൊപ്പം എപ്പോഴും ശത്രുഘ്നനും കാണപ്പെട്ടു. അതായത് ഇവര് ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിൽ മാറ്റാൻ ഒരു വഴി ഇല്ലാതെ ഇരുന്നപ്പോൾ
വസിഷ്ഠനോട് ചോദിച്ചു എന്താണ് ഇവർ ഇത്ര കരച്ചില്, അമ്മമാരൊന്നും എഴുത്തിട്ടൊന്നും മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വസിഷ്ഠൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് കിടത്തി നോക്കി മാറ്റം വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോ ഈ പായസത്തിന്റെ മഹാത്മ്യം, ഈ കൗശല്യക്ക് കിട്ടിയ പായസത്തിന്റെ പകുതിയാണ് സുമിത്രയ്ക്ക് കൊടുത്തത്. അതേപോലെ തന്നെ ഈ കൈകേയിക്ക് കിട്ടിയതിന്റെ പകുതി വീണ്ടും കൊടുത്തു. അപ്പൊ അതാത് പായസത്തിന്റെ പ്രത്യേകത കൊണ്ട് അവർ ചേർന്നിരുന്നാൽ ഈ കരച്ചിൽ മാറുന്നത്. അങ്ങനെ പിന്നീട് നടപ്പിലും അങ്ങനെയാണ്. രാമനോടൊപ്പം സദാ ലക്ഷ്മണനും ഭരതനോടൊപ്പം ശത്രുഘ്നനും അങ്ങനെയാണ്. ഇവർ ഒന്നിച്ച് ഉള്ളപ്പോഴും അങ്ങനെയായിരുന്നു. അങ്ങനെ രാജകുമാരന്മാരുടെ ജനനം. ഈ പറഞ്ഞ പോലെ രാജാവ് ദാനങ്ങൾ വളരെ ചെയ്തു. പുത്രന്മാരുണ്ടായതിന്റെ സന്തോഷത്തിൽ വളരെ ദാനങ്ങൾ ചെയ്തു. പ്രജകൾക്കൊക്കെ വളരെ സന്തോഷമായി. ആ പറയുന്ന തെരുവോരങ്ങളൊക്കെ അവർ അലങ്കരിച്ചു എന്നാ പറയാ ഈ രാജകുമാരന്മാരുടെ ജനനത്തിനോടനുബന്ധിച്ച്. അങ്ങനെ ബാലകാണ്ഡത്തിൽ ശ്രീരാമന്റെ ജനനം വരെയുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ രാമൻ എന്ന് പറയുന്ന വാക്ക് വസിഷ്ഠനാണ് അദ്ദേഹത്തിന് ഈ പേര് കൊടുത്തത്. ആരെ കണ്ടാലും ആകർഷിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് രാമൻ എന്ന് പേരിട്ടു. ഭരണ നിപുണനായതുകൊണ്ട് ഭരതൻ എന്ന് പേരിട്ടു എന്ന് ഭരതനെ കുറിച്ച് അർജുനരാമായണത്തിൽ പറയും. ലക്ഷണയുക്തനാണ് ലക്ഷ്മണൻ. ശത്രുഘ്നങ്ങൾക്ക് കണ്ടാൽ തന്നെ പേടിയാവും, അതുകൊണ്ട് ശത്രുഘ്നൻ എന്ന് പേരിട്ടു എന്ന് പറയുന്നു. അങ്ങനെ 4 പേര് കുട്ടികൾ അവിടെ വളരെ സന്തോഷത്തോടെ അയോധ്യയിൽ ചിരിച്ചു ഉല്ലസിച്ചു വരുന്നു. വളർന്നു വരുന്ന കാലത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ബാലകാണ്ഡത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, കുട്ടികളുടെ ബാല്യകാലം. പിന്നീട് ഇവരുടെ കളികൾ, ഇങ്ങനെ വിശദമായ കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സമയം ഇങ്ങനെ ആയിട്ടുണ്ട് 8:20. അപ്പോൾ 9 മണിക്ക് നിർത്താമല്ലേ? ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്നുള്ളൊരു പേര്. ഇത് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കഥയുടെ ഒരു ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാകുന്നു? മര്യാദാ പുരുഷോത്തമൻ എന്നതിനുപരിയായിട്ട് ധർമ്മത്തിന്റെ മൂർത്തീഭാവം എന്നാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി പറഞ്ഞിട്ടുള്ളത്. ധർമ്മം ഒരു മൂർത്തിയായിട്ട് വന്നാൽ അത് ശ്രീരാമനാണ്, അല്ലെങ്കിൽ ശ്രീരാമൻ വിഗ്രഹമായിട്ട് വന്നാൽ അത് ധർമ്മമാണ് എന്ന് പറയും. അത്ര പ്രാധാന്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരമുണ്ട്. അപ്പൊ ധർമ്മത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരും. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അശ്വമേധയാഗം യാഗം പിടിച്ചു കിട്ടിയ കുതിരെ ലവകുശന്മാരല്ലയോ? അത് പിന്നീട് ശ്രീരാമന്റെ കാലത്താണ്. ആണോ? ശ്രീരാമൻ അശ്വമേധം നടത്തുമ്പോഴാണ്. ദശരഥന്റെ അശ്വമേധമാണ്. അല്ല, ശ്രീരാമൻ അശ്വമേധയാഗം ശ്രീരാമന് അവസാനം അശ്വമേധം ആ സമയത്താണ്. ലവകുശന്മാർ അശ്വമേധം എന്ന് പറയുന്നത് നിസ്സാരമല്ല, വളരെ വളരെ എക്സ്പെൻസീവ് ആണ് അശ്വമേധയാഗം നടത്തുന്നത്. അത് ഒരു നാടിന് വളരെ ഫലം ചെയ്യുന്നതാണ് അശ്വമേധം. 100 വർഷം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കും യജമാനൻ എന്നാണ് എൻ്റെ ഒരു അന്നത്തെ ഒരവസ്ഥ. പിന്നെ വലിയ രീതിയിൽ പ്രകൃതിയെ സ്വാധീനിക്കാൻ കഴിവുള്ള യാഗമാണ് അശ്വമേധം. ഇന്ദ്രന് തുല്യനായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ചെറിയ തരത്തിൽ സോമയാഗം പോലെയുള്ളതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അശ്വമേധം ഇപ്പം നടക്കുന്നില്ല, കാരണം അത് ഭരണകർത്താവ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് പതിവ്. അപ്പോൾ രാമായണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? അയനം ചെയ്തെന്നൊരു വാക്ക് അവസാനം വരുന്നുണ്ട്. രാമായണം എന്ന വാക്കിൽ തന്നെ രാമായണത്തെ കുറിച്ച് ഉണ്ട്. എന്നാലും എന്താണ് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാനുണ്ട്? ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. എന്തെങ്കിലും ചർച്ച വരികയാണെങ്കിൽ ഗുണമുണ്ടെങ്കിൽ എനിക്കൂടെ മനസ്സിലാക്കാമല്ലോ. എന്താണ് രാമായണം? മനനം ചെയ്യുന്നു. വളരെ ചിന്തിച്ചു നോക്കാം. എന്തായാലും ഇതുവരെ നമ്മൾ ചിന്തിച്ചില്ല. ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് കഥനം എന്ന പേര് വെച്ചു. തത്വവിചാരത്തെക്കാൾ ചിന്തിക്കുക. രാമായണം എന്ന പേരിന് എന്തുകൊണ്ട് രാമായണം എന്ന് പേര്? വാൽമീകിയാണ് രാമായണം എന്ന് പേര് വെച്ചത്. എന്തുകൊണ്ട് വെച്ചു? അതെ, ഒരർത്ഥമുണ്ട്. മായം അങ്ങനെ ഒരു ഓർമ്മയല്ലായിട്ട് കണ്ടുണ്ടായിരുന്നപ്പോ അയനം ചെയ്യുന്നു എന്നുള്ളതുണ്ട്, മരണം ചെയ്യുന്നുണ്ട്. നമ്മള് ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല. നമ്മൾ കർക്കിടക മാസം രാമായണ മാസം ആചരിക്കും. നമ്മൾ രാമായണം വായിക്കും.
നമ്മൾ രാമായണത്തെക്കുറിച്ച് നമ്മൾ പലതും പറയും, ഒക്കെ ശരിയാണ്. നമുക്ക് ആത്യന്തികമായി പലതിനെക്കുറിച്ചും ഉള്ള അറിവ് വളരെ കുറവാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പകർന്നു കൊടുക്കാനുള്ള അറിവ് നമുക്കില്ല. എന്തെന്ന് വെച്ചാൽ അതിന് ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാമന്റെ ഇത് പഠിക്കാനുള്ള സംവിധാനം ഇല്ല. രാമന്റെ കഥ അയനം ഏതാണ്ട് ഒരു വാക്കുണ്ടത്. അയനം എന്ന് പറയുന്നതാണ് അതിനകത്തെ രാമനിലേക്കുള്ള യാത്ര. അയനം എന്ന് വെച്ചാൽ സഞ്ചാരമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ദക്ഷിണായനം, ഉത്തരായനം, സൂര്യന്റെ സഞ്ചാരം.